ഹലോ എവ്രിവൺ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പിനാച്ച് എഗ് ഡിഷാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പിനാച്ച് കഴുകി വൃത്തിയാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓണിയൻ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. നമുക്ക് വേണ്ട 2 മുട്ടയും മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം പാൻ ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിക്കുക. അതിൽ നമ്മൾ കടുക് ജീരകം ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ഓണിയൻ നമ്മൾ അതിലോട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാം. ശേഷം കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം മുളക് പൊടി ചേർക്കുക. ശേഷം നമ്മുടെ സ്പിനാച്ച് ഇതിലോട്ട് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുന്നു. കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുക. നല്ലോണം മൂടി വെച്ച് വേവിച്ച ശേഷം നമ്മൾ കുറച്ച് നടുവിലോട്ട് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് നമ്മൾ മാറ്റി വെച്ച മുട്ട ചേർത്ത് ഒന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ശേഷം കുറച്ച് കുരുമുളക് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിന് വേറെ കാര്യമായിട്ടൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ജസ്റ്റ് ഇത്രയും മിക്സുകൾ മാത്രം ഇട്ട് നമ്മൾ നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നു. അവസാനം കുറച്ച് കറിവേപ്പില തൂവി നമ്മുടെ ഇവിടെ സ്വാദിഷ്ടമായ നമ്മുടെ സ്പിനാച്ച് എഗ് ഡിഷ് റെഡി ആയിട്ടുണ്ട്.